ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നതേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ, ജോലിക്ക് പോകൽ. എല്ലാവർക്കും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് എന്താ ചെയ്താൽ, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും മുഖത്തൊന്നും തേക്കുന്നതൊന്നുമില്ല. പിന്നെ തേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഇതിനകത്താണെങ്കിൽ ഒരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കുന്നുണ്ട്. അത് നല്ലൊരു കോൾഡ് ക്രീമാണ്, നല്ല ക്രീമാട്ടോ. ഞാൻ കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്ത് പകുതിയായി, തീരാറായി. ഇനി അടുത്തത് വാങ്ങിക്കണം. നല്ല ക്രീമാണ്. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാല കാണാതെ പോയി. എന്തായാലും മാല എൻ്റെ ചുരിദാറിൻ്റെ കോളറിൽ തന്നെ തപ്പി പിടിച്ചിരുന്നു, അതുകൊണ്ട് അത് കിട്ടി. പിന്നെ ഞാനാണെങ്കിൽ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഡാസ്ലറിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ, ഒരു 10 രൂപയുടെ എങ്ങാണ്ട് ഒരു ചെറിയ ബോട്ടിലാണ് അത് തേക്കുന്നുണ്ട്. അത് പിന്നെ നന്നായിട്ടൊക്കെ ഇങ്ങനെ ബ്ലാ മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു എന്തുവാ നമ്മുടെ ഐബ്രോ പെൻസിൽ, ഐലൈനർ പോലെ നമ്മുടെ ഐബ്രോ പെൻസിൽ കൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ ഐബ്രോ ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കറുപ്പ് ഒരുപാട് കൂടുതലായതുകൊണ്ടായിരിക്കണം എൻ്റെ പിരുകത്തിനൊന്നും കളറില്ല. അപ്പോൾ പിരുകത്തിനൊക്കെ ഒന്ന് കളറിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഐബ്രോ പെൻസിലൊക്കെ വെച്ചിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ഡാവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലാക്ക് കാജൽ, അതുകൊണ്ട് ഒരു പെൻസിൽ കൊണ്ടുള്ള അത് വെച്ച് ഞാനിങ്ങനെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. എന്താ സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ചുമ്മാതാണ് ഗൈസ്, അത് പടരുകയൊക്കെ ചെയ്യും. ഞാൻ വിചാരിച്ചു പടരത്തൊന്നുമില്ലെന്ന്. പിന്നെ എന്താണ്, കൺമഷി കൊണ്ട് എഴുതുമ്പോൾ കണ്ണിനകം നന്നായിട്ട് നീറുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതും കൊണ്ട് എഴുതുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ കണ്ണെഴുതൽ ചടങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാ പെൺകുട്ടികളും ചെയ്യുന്നത് തന്നെ സിന്ദൂരം തൊടൽ. അത് മസ്റ്റാണല്ലോ എല്ലാവർക്കും. അങ്ങനെ ഒരു സിന്ദൂരം തൊട്ടിട്ടുണ്ട്. പിന്നെ ഇനിയും പൊട്ട് വെക്കണം, പിന്നെ മുടിയൊന്ന് കെട്ടണം. പിന്നെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, ഒരു കറുത്ത പൊട്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടിയൊന്ന് കെട്ടണം. മുടി ഫുള്ള് കൊഴിഞ്ഞു പോയി, അതുകൊണ്ട് മുടിയെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ആരും പോയി സ്മൂത്തനിങ്ങോ ഒന്നും ചെയ്യരുത്. അന്നേരത്തെ ഒരു ഭംഗിയേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നെപ്പോലുള്ളവർക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ മുടിയൊക്കെ കെട്ടി, പിന്നെ പൊട്ട് വെച്ച് ഒരു കുറി തൊട്ടു. അത്രയും സംഭവങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കണ്ടാലോ? ഇതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ചുരിദാറല്ല. കാണുമ്പോൾ നമുക്ക് വൈറ്റായിട്ട് തോന്നും, പക്ഷേ ഇത് വൈറ്റ് അല്ല. നല്ല ലൈറ്റ് പിങ്ക് കളർ ചുരിദാറാണ്. നല്ല ലൈറ്റ് പിങ്ക് കളർ ചുരിദാർ. അതിനകത്തിലാണെങ്കിൽ എംബ്രോയ്ഡറി, വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. അതുകൊണ്ടാണ് ഇത് വൈറ്റായിട്ട് തോന്നിക്കുന്നത്. പിന്നെ ഒരു കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു 3/4 സ്ലീവൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ഒരു ടോപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ അതിന് ഞാൻ പെയറായിട്ട് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ ഒരു വൈറ്റ് കളർ പലോസോ പാൻ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.